ബാബരി മസ്ജിദ് തകർത്തതിൻ്റെ വാർഷികം കൂടെയാണ്. അത് പ്രമാണിച്ച് ശബരിമലയിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കാനുള്ളത് സ്പെഷ്യൽ ഓഫീസർ കൂടിയായിട്ടുള്ള ആർ ശ്രീകുമാർ സാറാണ്. സാർ, എന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ആണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്? നമ്മൾ ഇന്നും നാളെയും 5ഉം 6ഉം ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ബന്ധോ സ്കീം ഡിപ്ലോയ്മെൻറ്റ് തന്നെ കൂട്ടിയിട്ടുണ്ട്. അത് കൂടാതെ ഇന്നും നാളെയും പ്രത്യേകമായിട്ടൊരു അലർട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ഉദ്യോഗസ്ഥർക്കും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും നമ്മൾ ആൻറ്റിവേർഡ് ഇൻസിഡൻസോ എന്തെങ്കിലും ഒരു അബാൻഡൻ സാധനങ്ങൾ കണ്ടാൽ പ്രോപ്പറായിട്ട് അത് പോലീസിനെയോ മറ്റ് അധികാരികളെയൊക്കെ അറിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഇവിടെ സ്കാനേഴ്സ് ഉണ്ട്, കൂടാതെ മെറ്റൽ ഡിറ്റക്ടേഴ്സ് ഉണ്ട്. അത് ഡോർ ഫ്രെയിംഡ് ഉണ്ട്, ഹാൻഡ് ഹെൽഡ് ഉണ്ട്. അത് കംപ്ലീറ്റ് നമ്മൾ പ്രവർത്തനക്ഷമമാക്കുകയാണ്. കൂടാതെ അഡീഷണലായിട്ട് ആൻറ്റി സബോർട്ടേറ്റ് ടീം വന്നിട്ടുണ്ട്, BDDSൻ്റെ ടീം ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ തരത്തിലും നമ്മൾ അത് ഒന്ന് മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ നമ്മുടെ ഇവിടുത്തെ RRF ഉണ്ട്, അവരുടെ ടീം, NDRFൻ്റെ ടീം, സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ, ഇവരെ എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഇവിടെ കോമ്പിംഗ് ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. ഇന്നും നാളെയുമായിട്ട് പല ദിവസവും നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എല്ലാ തിരുമുറ്റത്തേക്കുള്ള എല്ലാ ഭക്തരെയും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഇതിൻ്റെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഒരു പരിശോധന നടത്തി വിടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നും നാളെ അതിൻ്റെ ഭാഗമായിട്ട് 11 മണിക്ക് നട അടച്ചതിന് ശേഷം പടി ചവിട്ടാനുള്ള അനുവാദം ഉണ്ടായിരിക്കുന്നില്ല. അവർ നടപ്പന്തൽ തന്നെ നിൽക്കേണ്ടതാണ്. അതിനുശേഷം നട അടച്ചതിന് ശേഷം തിരുമുറ്റവും പരിസരങ്ങളും പൂർണ്ണമായിട്ടും ആൻറ്റി സപ്പോർട്ട് ചെക്ക് ചെയ്ത് പോലീസിൻ്റെ സുരക്ഷയിലാക്കിയതിന് ശേഷമാണ് അടുത്ത ദിവസം രാവിലെ നട തുറക്കത്തുള്ളത്. ഇപ്പം ഇന്നും നാളെയുമായിട്ട് ഈ ക്രമീകരണങ്ങൾ നടത്തുന്ന സമയത്ത് ഭക്തരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കാര്യമായി ശ്രദ്ധിക്കേണ്ടത്? അവരെന്തൊക്കെയാണ് കരുതേണ്ടത് കയ്യിൽ, രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ? ഭക്തർ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് നമ്മളിതിനകത്ത് ശ്രമിക്കുന്നില്ല. ഭക്തർ എല്ലാ ആൾക്കാരും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ട് വരിക. വെർച്വൽ ക്യൂ ബുക്കിംഗ് കിട്ടാത്തവർ സ്പോട്ട് ബുക്കിംഗ് എടുത്തിട്ട് വരിക. അവരുടെ ആധാർ കാർഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അവരുടെ തിരിച്ചറിയ രേഖകൾ അവരുടെ കൈ വെക്കുക. വെർച്വൽ ക്യൂ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ കൈ വെക്കുക. കഴിവതും മറ്റ് ബാഗേജുകൾ ഒഴിവാക്കിയിട്ട് പടി കയറാൻ ശ്രമിക്കുക. പിന്നെ തിരുമുറ്റത്തും പരിസര പ്രദേശങ്ങളും ഫോട്ടോഗ്രാഫി കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ പാലിക്കുക. നമ്മുടെ ഇവിടുത്തെ റെഗുലേഷൻസ്, പോലീസും മറ്റ് ഉദ്യോഗസ്ഥർ നൽകുന്ന റെഗുലേഷൻസ് പൂർണ്ണമായിട്ട് പാലിക്കുക. 18ാം പടി അല്ലാതെ മറ്റ് ഗേറ്റുകളിലൂടെ പ്രവേശിക്കുന്ന ആൾക്കാർ പൂർണ്ണമായിട്ട് എന്തെങ്കിലും തിരിച്ചറിയൽ രേഖകൾ അവരുടെ കൈവശം വെച്ച്, ഇവൻ സിവിൽ ദർശൻ തന്നെ ആണെങ്കിലും അവർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തോ അതായിട്ടുള്ള എന്തെങ്കിലും രേഖകൾ കൈവശം വെച്ച് പ്രവേശിക്കാൻ ശ്രമിക്കുക. പോലീസ് ആയിട്ട് സഹകരിച്ചിട്ട് പരമാവധി ബുദ്ധിമുട്ട് കുറഞ്ഞ് ദർശനം നടത്താൻ ശ്രമിക്കുക. ഈ അഡീഷണൽ ഫോഴ്സ് ഇപ്പം എത്രമാത്രം കൂട്ടിയിട്ടുണ്ട്? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ടേണിൽ അല്പത്തിരക്കുള്ളതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ തവണത്തെ മകരവിളക്കിന് ചെയ്ത ഡിപ്ലോയ്മെൻറ്റിന് അത്രയും ഒരു 1600ഓളം ഡിപ്ലോയ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇത്തവണ നോമിനലായിട്ടുള്ള, കാരണം ഓൾറെഡി നമ്മൾ എക്സീഡഡ് ആണ്, ഇലക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അനിയന്ത്രിതമായിട്ട് കൂട്ടാൻ പറ്റില്ല. ചെറിയ ഒരു തോതിൽ നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ആൻറ്റി സപ്പോർട്ട് ടീം കൂട്ടിയിട്ടുണ്ട്. ആൻറ്റി സപ്പോർട്ട് ചെക്ക് ടീം കൂട്ടി, BDDSൻ്റെ എണ്ണം കൂട്ടി, ചെക്കിംഗ് ടീമുകളുടെ എണ്ണം പ്രധാനമായിട്ട് ഡിപ്ലോയ്മെൻറ്റിനെക്കാട്ടി കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഭാഗമായിട്ടുള്ള ചെക്കിംഗ് ടീമുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അനുഭവപ്പെട്ടതും പൊതുവെ തിരക്കുണ്ടെങ്കിലും അത് സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല. ഭക്തർക്ക് കൃത്യമായി തന്നെ ദർശനം നടത്തി പോകുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നൊരു കാഴ്ച കാണാനാകുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്? അത് ഒരു ജോയിൻറ്റ് വർക്കാണ്, ഒരു കോർഡിനേഷനാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ കമ്മീഷണർ ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടായ്മയോടുകൂടി നമ്മളിപ്പം സ്പോട്ട് ബുക്കിംഗ് നിലക്കിലേക്ക് മാറ്റി. അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അവിടെ തിരക്ക് സ്പോട്ട് ബുക്കിങ്ങിന് ആൾ കൂടുന്നതനുസരിച്ച് പമ്പ സന്നിധാന SOമാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് റെഗുലേറ്റഡ് ആയിട്ട് ഇൻ്റർവെൽസിൽ സ്പോട്ട് ബുക്കിംഗ് കൊടുത്തു തുടങ്ങി. അപ്പോൾ നമുക്ക് 5 എന്നുള്ളത് 10,000 വരെ സ്പോട്ട് ബുക്കിംഗ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ആ റെഗുലർ ഇൻ്റർവെൽസ് വിടുന്നതുകൊണ്ട് ഈ സന്നിധാനത്ത് നമുക്ക് അത്രയും ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. പരമാവധി ആൾക്കാർക്ക് റെഗുലേറ്റഡ്, എല്ലാ ആൾക്കാരും കൂടെ ഒരുമിച്ച് വരുന്ന ഒഴിവാക്കി റെഗുലേറ്റഡ് ആയിട്ട് വിട്ട് പരമാവധി അവർക്ക് ദർശനം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. ശബരിമലയിൽ ഇന്നും നാളെയുമായി 11 മണിക്ക് ശേഷം നടയടച്ചതിന് ശേഷവും സാധാരണ 18ാം പടി കയറാൻ അനുവദിക്കാറുണ്ട്. എന്നാൽ ഈ 2 ദിവസങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 11 മണിക്ക് ശേഷം 18ാം പടി കയറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് പ്രത്യേകമായി തന്നെ പോലീസ് അറിയിക്കുന്ന കാര്യം.